ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള മറ്റൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. നുറുക്ക് ഗോതമ്പും പഴവും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്നിങ്ങനെ ഊറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടും. ഇനി നമുക്കിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എത്ര ഊറ്റിയെടുത്താലും ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാവിലേക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ കുറച്ച് സമയം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയുടെ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചിക്കി പൊരിക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയും മുട്ടയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം വേണ്ട പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടൂല. തണുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, എന്നാലേ ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ പെട്ടെന്നൊന്നും ഇത് പൊടിഞ്ഞ് കിട്ടൂല, കുറച്ച് സമയം എടുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ 3 പഴം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആവിയിലാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത്, അപ്പോൾ ഇതിൽ വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് ആവിയിൽ തന്നെ പുഴുങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു പഴമൊക്കെ ഞാൻ ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴം അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പഴത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി നമുക്ക് കുഴച്ചെടുത്ത ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ കൂടെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിച്ചത് എത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഞാനിവിടെ 2 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഏത് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് പൊടിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, നമുക്കിത് അവസാനം ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഫില്ലിങ് കൂടി വെക്കുക. അങ്ങനെ മുഴുവനായിട്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മറ്റേ ബോളും ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ സൈസിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റിലും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വട്ടത്തിലാക്കി എടുക്കണം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശം ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഷേപ്പ് തന്നെ ഇത് ആക്കിയെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് മാവെടുത്ത് പരത്തിയിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേറെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. വിന്നേഴ്സിന് കൊടുക്കുന്നത് ക്യാഷ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് 10,000 രൂപയും സെക്കൻഡ് പ്രൈസ് 5,000 രൂപയും തേർഡ് പ്രൈസ് 2,500 രൂപയാണ് കൊടുക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടു നോക്കണം. ഇനി നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്